ഹായ് ഹലോ ഗുഡ് ഈവനിങ്. അപ്പോൾ നമ്മുടെ വിഷ്ണുശാലിനിയുടെ പുതിയ ഭാഗമാണ് പറയുന്നത്. അങ്ങനെ വിഷ്ണു നമ്മുടെ ശാലിനിയെ കാണാതെയും ഒക്കെ നടക്കുമ്പോൾ നമ്മുടെ സത്യാമ്മ വിഷ്ണുവിന് വേണ്ടി മറ്റൊരു കല്യാണാലോചന നടത്തുകയാണ്. അപ്പോൾ അതിനു വേണ്ടി വിഷ്ണു എന്തൊക്കെ ഏടാകൂടങ്ങളൊക്കെ പറഞ്ഞിട്ടും ഒന്നും സത്യാമ്മ കേൾക്കുന്നില്ല. അങ്ങനെ എന്ത് ചെയ്യട്ടെന്ന് ആലോചിച്ചുകൊണ്ട് നിൽക്കുമ്പോഴാണ് നമ്മുടെ സത്യാമ്മ പിറ്റേന്ന് രാവിലെ നോക്കുമ്പോൾ രാഘവൻ നായരെ കാണുന്നില്ല. അങ്ങനെ അവിടെ മുഴുവൻ അരിച്ചു പെറുക്കുന്നുണ്ട്. രാഘവേട്ടൻ എവിടെയാന്നൊക്കെ ചോദിച്ചുകൊണ്ട് അവസാനം ശ്യാമയോട് ചോദിക്കുന്നുണ്ട് രാഘവേട്ടനെ കണ്ടോന്ന്. അപ്പോൾ എല്ലാവരും കൂടി ഉള്ളൊരു പ്ലാനിങ് ആയിരുന്നു. ശ്യാമയും നമ്മുടെ കുഞ്ഞു പപ്പിക്കുട്ടിയും പിന്നെ പൊന്നിയും പിന്നെ രോഹിത്തും എല്ലാവരും കൂടി പിള്ളച്ചേട്ടനും എല്ലാവരും കൂടി ചേർന്ന ഒരു പ്ലാനിങ് ആയിരുന്നു. അങ്ങനെ എല്ലാവരും കൂടി ഇങ്ങനെ പറയുന്നുണ്ട്, അയ്യോ കാണുന്നില്ല, എവിടെയാണ് പോട്ടെ എന്നൊക്കെ പറഞ്ഞ് നോക്കുമ്പോൾ എല്ലാവരോടും ചോദിക്കുമ്പോൾ അവർ പറയുന്നത് ഇല്ല ഞങ്ങൾ കണ്ടിട്ടില്ല എന്ന് പറയുന്നുണ്ട്. അങ്ങനെ സത്യാമ്മ എവിടെയൊക്കെ നോക്കിയിട്ടൊക്കെ ആകെ ടെൻഷനായിട്ട് നടക്കുകയാണ്. ഒറ്റയ്ക്ക് സുഖമില്ലാത്ത മനുഷ്യനെ ഒറ്റയ്ക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും പോയിട്ട് ഇത് എങ്ങോട്ട് പോയി എനിക്ക് അറിയാൻ പറ്റുന്നില്ല എന്നൊക്കെ പറഞ്ഞ് ഭയങ്കര ടെൻഷനായിട്ട് നടക്കുമ്പോൾ നമ്മുടെ ശ്യാമ പറയുന്നുണ്ട്, സത്യാമ്മ ഒരു കാര്യം ചെയ്യുമോ, ഫോണിലേക്ക് ഒന്ന് വിളിച്ച് നോക്കാൻ പറയുന്നുണ്ട്. ശരിയാന്ന് പറഞ്ഞ് ശ്യാമയോട് അടുത്ത് തന്നെ പറയുന്നുണ്ട് ഫോണിങ് എടുത്തിട്ട് വരാൻ. അങ്ങനെ ശ്യാമ ഫോൺ എടുത്തിട്ട് വരുമ്പോൾ വിളിക്കുമ്പോൾ എല്ലാം യൂസർ ബിസിയാണ്, കാര്യം മറ്റൊരു കോളിലാണെന്നാണ് പറയുന്നത്. അങ്ങനെ അതും കിട്ടുന്നില്ല. അങ്ങനെ ഭയങ്കര ടെൻഷനിലടിച്ചിരിക്കുമ്പോൾ നമ്മുടെ രോഹിത്ത് രാഘവൻ നായരെ തോളിൽ ഇങ്ങനെ പിടിച്ചുകൊണ്ട് പുറത്തുനിന്ന് വീടിനകത്തേക്ക് കയറി വരുന്നതാണ് സത്യാമ്മ കാണുന്നത്. ഇതെവിടെയായിരുന്നു എന്ന് ചോദിക്കുമ്പോൾ പറയുന്നുണ്ട് രാവിലെ കുറച്ച് നടക്കണമെന്ന് പറഞ്ഞല്ലോ, അതുകൊണ്ട് കുറച്ച് നടക്കാനായിട്ട് ഇറങ്ങിയതാണെന്നൊക്കെ പറയുന്നുണ്ട്. രാഘവേട്ട ഇതെങ്ങനെയാണ് ഒറ്റയ്ക്ക് ഇത് നടക്കുമോ, രാഘവേട്ടൻ എന്താ ഇത് പറയാതെയൊക്കെ പോയെന്നൊക്കെ പറഞ്ഞ് ഞാൻ വളരെ വിഷമിച്ചു പോയി എന്നൊക്കെ ഇങ്ങനെ പറയുമ്പോൾ നമ്മുടെ പപ്പി ചോദിക്കുകയാണ്, എന്നാൽ സത്യാമ്മ ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ എന്നൊക്കെ. അതെന്താ, ഒരു 15 മിനിറ്റ് അച്ഛനെ കാണാതിരുന്നപ്പോൾ സത്യാമ്മ ഇത്രയും ടെൻഷനായെങ്കിൽ 6 വർഷം കൊണ്ട് ചേച്ചിയമ്മയെ കാണാതിരിക്കുന്ന എൻ്റെ വല്യച്ഛനോ വിഷ്ണുവച്ഛനല്ലേ അപ്പോൾ അത്രയും ടെൻഷനും ഒക്കെ വരേണ്ടതെന്നൊക്കെ ചോദിക്കുകയാണ്. അപ്പോഴും പെട്ടെന്ന് നമ്മുടെ സത്യാമ്മയ്ക്ക് ദേഷ്യം വരുന്നുണ്ട്. അപ്പോൾ സത്യാമ്മ പറയുന്നുണ്ട്, ചെറിയ വയലിൽ വലിയ വർത്തമാനമൊന്നും നീ പറയണ്ട, നിനക്ക് എന്താ അറിയേണ്ടത്, നീ എന്തിനാ ഇതൊക്കെ അറിയേണ്ട ആവശ്യമില്ലല്ലോ, സ്കൂളിലെ കാര്യങ്ങൾ ഹോംവർക്ക് ചെയ്യുന്ന കാര്യങ്ങൾ മാത്രം നീ അറിഞ്ഞാൽ മതി, നീ കൂടുതലൊന്നും സംസാരിക്കേണ്ട ആവശ്യമില്ലെന്നൊക്കെ പറഞ്ഞ് സത്യാമ്മ പെട്ടെന്ന് ഈ കുഞ്ഞിനോട് തട്ടിക്കയറുകയാണ്. അപ്പോൾ രാഘവൻ നായർ പറയുന്നുണ്ട്, എന്താ ഭാമേ ഇത്, നീ ഇങ്ങനെയാണോ കുഞ്ഞുങ്ങളോട് സംസാരിക്കുന്നത്, അവളുടെ ചോദ്യത്തിനുള്ള ഉത്തരം കൊടുക്കാനൊന്നും ഒന്നുമില്ല, നിങ്ങളെല്ലാവരും ഉദ്ദേശിക്കുന്ന ആളിനെ ഞാനിവിടെ കയറ്റത്തില്ല, അത് തന്നെയാണ് നടക്കാൻ പോകുന്നതെന്ന് പറയുന്നുണ്ട്. അപ്പോൾ രോഹിത്ത് പറയുന്നുണ്ട്, സത്യം ഒരു വാക്ക് പറഞ്ഞാൽ മതി, ഇത്രയും 6 വർഷമായില്ലേ, ഇത്രയും കാലമായില്ലേ, ഇനിയൊക്കെ ഒന്ന് മനുഷ്യരല്ലേ, അങ്ങ് ക്ഷമിച്ചൂടെ, ഞാൻ ഈ ലോകത്ത് ഏത് കോണിലുണ്ടെങ്കിലും ഞാൻ പോയി അന്വേഷിച്ച് കൊണ്ടുവരാം ശാലിനിയെ, സത്യാമ്മ ഒന്ന് പറഞ്ഞാൽ മതി എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ശ്യാമ പറയുന്നുണ്ട്, ഇല്ല രോഹിത്തെ, സത്യാമ്മ ഒന്ന് സമ്മതിക്കുകയാണെങ്കിൽ കുഞ്ഞേച്ചി എവിടെ ഉണ്ടെന്ന് ഞാൻ ഉടനെ ചൂണ്ടിക്കാണിച്ച് തരും, അല്ലാതെ സത്യാമ്മ പറയാതെ ഞാനത് ചെയ്യില്ല എന്ന് അതെൻ്റെ ഉറച്ച തീരുമാനമാണെന്ന് ശ്യാമ മനസ്സിൽ പറയുന്നുണ്ട്. അപ്പോൾ ഇതെല്ലാം നമ്മുടെ വിഷ്ണു താഴേക്ക് വരാനായിട്ട് വരുമ്പോഴാണ് ഈ സംഭാഷണം നടക്കുന്നത്. അപ്പോൾ വിഷ്ണു എല്ലാം സ്റ്റെപ്പ് ചെയ്യുന്നത് കേൾക്കുന്നുമുണ്ട്. അങ്ങനെ അത് കഴിഞ്ഞിട്ട് പിന്നെ സത്യാമ്മ എന്താ ഇങ്ങനെ ദേഷ്യത്തിരിക്കുമ്പോൾ തന്നെ നമ്മുടെ പപ്പിക്ക് ഭയങ്കരമായിട്ട് സങ്കടം വരുന്നുണ്ട്. എന്നിട്ട് വീണ്ടും പപ്പി പറയുകയാണ്, അത് തന്നെ ഒന്ന് പറഞ്ഞാൽ പോരെ, അത് എവിടെയാണെന്ന് വെച്ചാൽ കണ്ടുപിടിക്കാമല്ലോ എന്നൊക്കെ പറയുമ്പോൾ നമ്മുടെ സത്യാമ്മ പറയുന്നുണ്ട്, ഇതിന് വേണ്ടി ആരും ഉറക്കം ഒളിക്കണ്ട, ഇത് നടക്കാൻ പോകുന്ന കേസല്ല, ഞാൻ ശാലിനിയെ ഇവിടുന്ന് പുറത്താക്കിയതിൽ എനിക്ക് ഇതുവരെ ഒരു കുറ്റബോധം ഒന്നും ഉണ്ടായിട്ടില്ല, ഒരു പശ്ചാത്താപവും ഇല്ല, അപ്പോൾ അതുകൊണ്ട് എന്തായാലും എൻ്റെ തീരുമാനം അത് ശരിയായിരുന്നു, ഇനി ആരും അത് പിന്നെ ശാലിനിയുടെ കേസ് ഇവിടെ ക്ലോസ് ചെയ്തതാണ്, ഇനി ആരും അപ്പീൽ നൽകേണ്ട ആവശ്യമില്ല, ഇനി ആ കേസ് വീണ്ടും പരിഗണിക്കുന്നതുമല്ല എന്നൊക്കെ പറഞ്ഞ് നമ്മുടെ സത്യാമ്മ പറഞ്ഞിട്ട് അകത്തേക്ക് പോവുകയാണ്. അപ്പോൾ നമ്മുടെ വിഷ്ണുവിന് സങ്കടം വരുന്നുണ്ട്. വിഷ്ണു കുറച്ച് നേരം അവിടെ നിന്ന് ചവിട്ടി പിടിച്ചിട്ട് വീണ്ടും തിരികെ റൂമിലേക്ക് തന്നെ ചെന്നിരിക്കുകയാണ്. അങ്ങനെ ഓരോന്ന് ആലോചിച്ചുകൊണ്ടിരിക്കുമ്പോൾ നമ്മുടെ സത്യാമ്മ വിഷ്ണുവിൻ്റെ അടുത്തേക്ക് ചെല്ലുന്നുണ്ട്. എന്നിട്ട് പറയുന്നുണ്ട്, നീ എന്താ ഇങ്ങനെ എന്നൊക്കെ, എന്താ മോനെ നീ ഇങ്ങനെ. അപ്പോൾ വിഷ്ണു പറയുന്നുണ്ട്, എനിക്ക് വേറൊന്നും വേണ്ട, മനസ്സമാധാനം മതി, അത് കിട്ടുമെന്നും പറഞ്ഞ് ഞാൻ ഈ റൂമിൽ തന്നെ ഇരിക്കുന്നതെന്നൊക്കെ പറയുമ്പോൾ അതിന് ഈ റൂമിൽ ഇരിക്കുന്നതാണ് എനിക്ക് പ്രയാസം. അപ്പോൾ നമ്മുടെ സത്യാമ്മ ഒരു ഫോണിൽ ബ്രോക്കറെയൊക്കെ വിളിച്ചിട്ട് കുറച്ച് പെൺകുട്ടികളെ ഫോട്ടോയൊക്കെ അയച്ച് തരാൻ പറയുന്നുണ്ട്. എന്നിട്ട് അത് നോക്കിയിട്ട് സെലക്ഷൻ ആയത് ഞാൻ തിരിച്ചയച്ചോളാം എന്നൊക്കെ സത്യാമ്മ പറയുന്നുണ്ട്. എന്നിട്ട് പറയുന്നുണ്ട് വേറെ ആർക്കും അല്ലാതെ സത്യാമ്മയുടെ മകനാണെന്ന്. അപ്പോൾ പെട്ടെന്ന് വിഷ്ണു ചോദിക്കുന്നുണ്ട്, എന്താ അമ്മ പിന്നെ ഇവിടെ ബ്യൂറോ എല്ലാം തുടങ്ങുന്നുണ്ടോയെന്ന്. അപ്പോൾ പറയും, ബ്യൂറോയ്ക്കല്ലടാ, ഇത് നിനക്ക് വേണ്ടിയാണ്, നിൻ്റെ മനസ്സിലുള്ള ശാലിനി അവൾ പോയി, 6 വർഷം അവൾ എവിടെയായിരുന്നു, അവളെ ഇനി ഞാൻ ഇവിടെ കയറ്റുന്നതുമില്ല എന്നൊക്കെ പറയുമ്പോൾ വിഷ്ണു പറയുന്നുണ്ട്, അമ്മ നിർത്ത്, എൻ്റെ ഭാര്യയാണ് ശാലിനി, അവൾ എന്തായാലും എനിക്കൊപ്പം ഉണ്ടാവും എന്ന് പറയുമ്പോൾ പറയും, എന്നാൽ പിന്നെ നീ
ഒരു കാര്യം ചെയ്യും, ഇനി എനിക്ക് ഒരൊറ്റ മാർഗ്ഗമേ ഉള്ളൂ, നീ ഡിവോഴ്സ് വാങ്ങണം ശാലിനിയുടെ കയ്യിൽ നിന്ന്. അപ്പോൾ ഇത് കേൾക്കുമ്പോൾ നമ്മുടെ വിഷ്ണുവിന് ഭയങ്കര സങ്കടമുണ്ട്. വിഷ്ണു പറയുന്നത് ഡിവോഴ്സൊന്നും അമ്മ വിചാരിക്കേണ്ട, ഞാനത് ചെയ്യുമെന്ന്. എനിക്കൊരു ഭാര്യയേ ഉള്ളത്, ശാലിനി മാത്രമാണ്, അതുകൊണ്ട് എന്തായാലും ഡിവോഴ്സിൻ്റെ കാര്യമൊന്നും ഞാൻ ചിന്തിക്കുന്നില്ല എന്നൊക്കെ നമ്മുടെ വിഷ്ണു പറയുന്നുണ്ട്. അപ്പോൾ സത്യാമ്മയ്ക്ക് ദേഷ്യം വരുന്നുണ്ട്. നിനക്ക് എന്ത് പറ്റൂടാ, നിനക്കൊന്നും പറ്റത്തില്ല. 6 വർഷക്കാലം ഇത്രയും നോക്കിയിരുന്നല്ലോ. അവൾ കാണിച്ചതിൻ്റെ ഈ നെറുകേടെല്ലാം ഞാൻ എടുത്ത് പറയേണ്ട ആവശ്യമില്ല, അവൾ കാണിച്ചതെല്ലാം തെറ്റ് തന്നെയാണ് എന്നൊക്കെ പറയുമ്പം വിഷ്ണു ഒന്നും മിണ്ടുന്നില്ല. എന്നിട്ട് പറയണം, ഒരു കാര്യം ചെയ്യാം, സത്യാമ്മയുടെ അവസാനത്തെ വാക്ക്, ഈ വരുന്ന അമാവാസി, അതായത് 15 ദിവസത്തിനുള്ളിൽ അടുത്ത അമാവാസിയുടെ, അതായത് ഈ വരുന്ന അമാവാസിയുടെ അന്ന് വരെ നിനക്ക് സമയമുണ്ട്. ലോകത്ത് ഏത് കോണിലാണ് നിൻ്റെ ശാലിനി ഉള്ളതെന്ന് വെച്ചാൽ പോയി കണ്ടുപിടിച്ചിട്ട് വാ, ഞാൻ ഒരവസരവും കൂടെ തരാം. അപ്പോൾ സത്യാമ്മ അംഗീകരിച്ച് കയറ്റാം, നിങ്ങൾ ഒരുമിച്ച് താമസിപ്പിക്കാം എന്ന് പറയുന്നുണ്ട്. അപ്പോൾ വിഷ്ണു ഇങ്ങനെ നിൽക്കുന്നുണ്ട്. അപ്പം വീണ്ടും സത്യാമ്മ പറയണം, നിന്നെക്കൊണ്ട് കഴിയില്ല മോനെ, നിന്നെക്കൊണ്ട് നടക്കില്ല, 6 വർഷം സാധിക്കാത്തതാണ് ഇപ്പോൾ ഉടനെ നീ കണ്ടുപിടിക്കാൻ പോകുന്നതെന്ന് പറയും. അപ്പോൾ വിഷ്ണു പറയും, ഞാൻ എന്തായാലും കണ്ടുപിടിക്കും അമ്മേ, ഈ അമാവാസിക്ക് മുന്നേ ഞാൻ ശാലിനിയെ കണ്ടെത്തി അമ്മയുടെ മുന്നിൽ കൊണ്ടെത്തിക്കും എന്ന ഒരു വെല്ലുവിളി പോലെ തന്നെയാണ് വിഷ്ണു ഏറ്റെടുക്കുന്നത്. അപ്പം സത്യാമ്മ പറയുന്നത്, നീ എൻ്റെ മുന്നിൽ കൊണ്ട് നിർത്തുക, അപ്പോൾ ഞാൻ അവളെ സ്വീകരിക്കാമെന്ന്. അപ്പോൾ അത് ഒരു വെല്ലുവിളിയോടെ നമ്മുടെ വിഷ്ണു ഏറ്റെടുക്കുന്നുമുണ്ട്. ഇത് കഴിഞ്ഞിട്ട് നമ്മുടെ ശാരദാമ്മയും ശാലിനിയാണ് കാണിക്കുന്നുണ്ട്. ശാലിനി എന്തോ ചിന്തിച്ചുകൊണ്ടിരിക്കുമ്പോൾ ശാരദാമ്മ ചെല്ലുന്നുണ്ട്. എന്നിട്ട് പറയുന്നുണ്ട്, മോളെ നീ ഇതെന്ത് ഭാവിച്ചാ, ഇപ്പോൾ വന്ന് നീ നിൻ്റെ ഭർത്താവുമായിട്ട് അകന്ന് കഴിയുന്നു. അത് പോരാഞ്ഞിട്ട് ഇപ്പോൾ ഭർത്താവിന് പുതിയ കല്യാണാലോചന നടക്കുന്നുണ്ട്. അത് മുടക്കാനാണെങ്കിലോ നിൻ്റെ മൂത്ത മകളും, അതിൻ്റെ ആശയങ്ങൾ പറഞ്ഞു കൊടുക്കാനാണെങ്കിലോ നിൻ്റെ ഇളയ മകളും എന്നൊക്കെ പറഞ്ഞ് നമ്മുടെ ശാരദാമ്മ കുറ്റപ്പെടുത്തുമ്പോൾ നമ്മുടെ ശാലിനി പറയുന്നുണ്ട്, അമ്മ അത് എൻ്റെ മകളല്ല, പപ്പി എൻ്റെ മകളല്ല, അത് അവൾ ശ്യാമയുടെ കുഞ്ഞാണ്. അമ്മ എന്താ അമ്മേ, 6 വർഷക്കാലം ഞാൻ പോയി, അമ്മ 6 വർഷം തമിഴ്നാട്ടിൽ പോയി ഹോട്ടൽ നടത്തി, എന്നിട്ടൊന്നും അമ്മ ഇതൊന്നും പഠിച്ചില്ലേ അമ്മേ, ഇതൊക്കെയല്ലേ എനിക്ക് പറയാനുള്ളതെന്നൊക്കെ പറഞ്ഞ് ശാലിനി നമ്മുടെ ശാരദയോട് ദേഷ്യപ്പെടുന്നുണ്ട്. അപ്പോൾ ശാരദമ്മ കുറേ സംസാരിക്കുന്നുണ്ട്. 6 വർഷം നീ മറ്റുള്ളവർക്ക് വേണ്ടി ജീവിച്ചു, നിനക്ക് എന്ത് കിട്ടി, ഒന്നും കിട്ടിയില്ല, നീ അവർക്ക് വേണ്ടി നല്ല കാര്യങ്ങൾ ചെയ്തു, പക്ഷെ അവർ മാത്രം അറിയാതെ പോയി നിൻ്റെ നന്മകളെന്നൊക്കെ പറഞ്ഞ് ഒത്തിരി പറയുന്നുണ്ട്. എന്നിട്ട് വിഷ്ണുവിനെ ഉള്ള രീതിയിലൊക്കെ, അതായത് അവർ ഒന്നിച്ചേരാൻ വേണ്ടിയുള്ള എല്ലാ കാര്യങ്ങളും നമ്മുടെ ശാരദാമ്മ പറയുന്നുണ്ട്. അപ്പോൾ ഇതെല്ലാം നമ്മുടെ സങ്കടത്തോടെ ഒരു കരച്ചിലിൻ്റെ രീതിയിൽ തന്നെ നമ്മുടെ ശാലിനി അത് കേൾക്കുന്നുണ്ട്. അപ്പോൾ ശാലിനിക്ക് ഭയങ്കരമായിട്ടുള്ള സങ്കടവും വരുന്നുണ്ട്. അപ്പോൾ അതാണ് ഈ നമ്മുടെ ഈ വിഷ്ണു ശാലിനിയുടെ പുതിയ ഭാഗത്തിലെ റിവ്യൂ എന്ന് പറയുന്നത്. അപ്പോൾ എല്ലാവരും എൻ്റെ ചാനൽ കാണണം, ലൈക്ക് തരണം, കമൻറ്റ് തരണം, പിന്നെ സബ്സ്ക്രൈബും ചെയ്യണം. ഓക്കെ, താങ്ക്